എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തേനീച്ചകളെക്കുറിച്ചാണ്. പക്ഷെ കേൾക്കുമ്പോൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, വെറുമൊരു പ്രാണിയെക്കുറിച്ചല്ല. ഒരുപക്ഷേ ഈ ഭൂമി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പുരാതനമായ, ഏറ്റവും വലിയ ഒരു നാഗരികതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മളെക്കാളൊക്കെ എത്രയോ വലിയൊരു നാഗരികതയുടെ ഒപ്പമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലോ? അല്ല, ഇതേതോ സയൻസ് ഫിക്ഷൻ സിനിമയുടെ തുടക്കമൊന്നുമല്ല, ഇത് സത്യമാണ്. നമ്മുടെയെല്ലാം പൂന്തോട്ടങ്ങളിലും തൊടിയിലുമൊക്കെ നമ്മൾ കാണുന്ന ആ തേനീച്ചകളില്ലേ, ആ യഥാർത്ഥ നാഗരികതയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പൊ നോക്കൂ, നമ്മൾ മനുഷ്യരുടെ നാഗരികതയ്ക്ക് ഏകദേശം 1,00,000 വർഷത്തെ പഴക്കമാണ് കണക്കാക്കുന്നത്. എന്നാൽ തേനീച്ചകളുടെ കാര്യം എങ്ങനെയാണെന്നറിയാമോ? അവരുടെ നാഗരികതയ്ക്ക് 10 കോടി വർഷത്തെ പഴക്കമുണ്ട്. ശരിക്കു പറഞ്ഞാൽ ദിനോസറുകളൊക്കെ ഈ ഭൂമിയിലെ വിലസി നടന്നിരുന്ന കാലം മുതൽക്കേ അവരിവിടെയുണ്ട്. അപ്പോ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. എന്താണ് ഈ പുരാതന നാഗരികത? ദിനോസറുകളെപ്പോലും അതിജീവിച്ച് നമ്മുടെയൊക്കെ ലോകത്തെ ഇന്നീ കാണുന്ന രീതിയിൽ രൂപപ്പെടുത്തിയെടുത്ത ഒരു സമൂഹത്തെക്കുറിച്ചാണ് നമ്മളിനി ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, 10 കോടി വർഷം. അത്രയും കാലമായി അവര് സ്വന്തമായി സമൂഹങ്ങളുണ്ടാക്കുന്നു, തലമുറകളെ വളർത്തുന്നു എന്നു മാത്രമല്ല ഈ ലോകത്തിന്റെ പരിസ്ഥിതിയെ തന്നെ സ്വാധീനിക്കുന്നു. ദിനോസറുകൾ വന്നുപോയി, മറ്റു പല ജീവികളും വന്നുപോയി. പക്ഷേ ഇവരെല്ലാം അതിനെയെല്ലാം അതിജീവിച്ചു. ഇനി നമുക്ക് കുറച്ച് കണക്കുകളിലേക്ക് കടക്കാം. ഈ പറയുന്ന ആഗോള സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ വലിപ്പം എത്രയാണെന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ലോകത്ത് ആകമാനം 20,000-ൽ കൂടുതൽ തരം തേനീച്ചകളുണ്ട്. 20,000 സ്പീഷീസ്. ഈ സംഖ്യയുടെ വലിപ്പം മനസ്സിലാക്കാൻ ഒന്നോർക്കുക. ഭൂമിയിലുള്ള എല്ലാ സസ്തനികളെയും പക്ഷികളെയും ഒരുമിച്ചു കൂട്ടിയാലും ഇത്രയും വരില്ല. അത്രയ്ക്കുണ്ട് അവരുടെ വൈവിധ്യം. ഇനി അവരുടെ ജനസംഖ്യയുടെ കാര്യം ശ്വാസം അടക്കിപ്പിടിച്ച് കേട്ടോളൂ. ഏറ്റവും കുറഞ്ഞത് ഒരു 20 ക്വാഡ്രിലിയൻ തേനീച്ചകൾ ഈ ഭൂമിയിലുണ്ടെന്നാണ് കണക്ക്. അതായത് 20 × 15 നമ്മൾ മനുഷ്യരുടെ എണ്ണത്തേക്കാൾ എത്രയോ ലക്ഷം മടങ്ങാണത്. അവരുടെ എണ്ണം മാത്രമല്ല, ഭാരം കേട്ടാലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഭൂമിയിലുള്ള എല്ലാ തേനീച്ചകളെയും കൂടി ഒരു ത്രാസിൽ വെച്ചാൽ ഏകദേശം 2 ബില്യൺ മെട്രിക് ടൺ വരും. ഇനി നമ്മൾ മനുഷ്യരുടെ മൊത്തം ഭാരമോ? വെറും 390 മില്യൺ മെട്രിക് ടൺ. സിമ്പിളായി പറഞ്ഞാൽ ഭാരത്തിന്റെ കാര്യത്തിൽ അവർ നമ്മളെക്കാൾ കുറഞ്ഞത് ഒരു 5 ഇരട്ടിയെങ്കിലും മുന്നിലാണ്. ഓക്കെ, അപ്പോ ഈ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന അവിടെ സാമ്രാജ്യത്തിൽ നിന്ന് നമുക്കൊന്ന് സൂമിൻ ചെയ്ത് ഒരൊറ്റ തേനീച്ചക്കൂടിന്റെ ഉള്ളിലേക്ക് പോകാം. അവിടുത്തെ സമൂഹം എങ്ങനെയുള്ളതാണെന്ന് നോക്കാം. ഒരു തേനീച്ചക്കൂടിനുള്ളിൽ പ്രധാനമായും 3 തരം ആൾക്കാരാണുള്ളത്. ഒന്ന്, റാണി, ആ കൂട്ടിലെ എല്ലാവരുടെയും അമ്മ. മുട്ടയിടുക എന്നത് മാത്രമാണ് റാണിയുടെ ജോലി. പിന്നെ വരുന്നത് വർക്കർ ബീസ് അഥവാ തൊഴിലാളികളാണ്. പേര് പോലെ തന്നെ കൂട്ടിലെ സർവ്വ പണികളും ചെയ്യുന്നത് ഇവരാണ്. മൂന്നാമത്തെ കൂട്ടരാണ് ഡ്രോണുകൾ. ഇവർ ആൺ തേനീച്ചകളാണ്. പുതിയൊരു റാണിയുമായി ഇണചേരുക എന്ന ഒറ്റൊരു ജോലി മാത്രമേ ഇവർക്കുള്ളൂ. ഈ തൊഴിലാളി തേനീച്ചയുടെ ജീവിതം ഭയങ്കര രസാണ് കേട്ടോ. അതൊരു കരിയർ പാത്ത് പോലെയാണ്. ജനിച്ചു വീണ ഉടനെ താൻ കിടന്ന ആ അറ വൃത്തിയാക്കലാണ് ആദ്യത്തെ ജോലി, ക്ലീനർ. അതിനുശേഷം കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു നഴ്സായി മാറും. കുറച്ചുകൂടി പ്രായമാവുമ്പോൾ മെഴുകുണ്ടാക്കി കൂട് നിർമ്മിക്കുന്ന ഒരു ബിൽഡറാവും. പിന്നെയാണ് പുറത്ത് കാവൽ നിൽക്കുന്ന ഗാർഡിന്റെ റോൾ. ഇതെല്ലാം കഴിഞ്ഞ് ജീവിതത്തിന്റെ ഏറ്റവും അവസാന നാളുകളിലാണ് അവൾ തേനും പൂമ്പൊടിയും ശേഖരിക്കാനായി പുറം ലോകത്തേക്ക് പറന്നുപോകുന്നത്. ഓരോ ഘട്ടത്തിലും ഓരോ ജോലി. ഇനി അവരുടെ എഞ്ചിനീയറിംഗും കമ്മ്യൂണിക്കേഷനും എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ? തേനീച്ചക്കൂടിന്റെ നിർമ്മാണവും അവരുടെ സംസാരരീതിയുമൊക്കെ നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തേനീച്ചക്കൂടിന്റെ ആകൃതി, അല്ലേ? ആ പെർഫെക്റ്റ് ഹെക്സഗൺ. എന്തിനായിരിക്കും അവർ ഇത്ര കൃത്യമായ, മാത്തമാറ്റിക്കലി പെർഫെക്റ്റായ ഈ ഷേപ്പിൽ തന്നെ കൂട് നിർമ്മിക്കുന്നത്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതിന്റെ ഉത്തരം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. സത്യത്തിൽ അവരങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നേയില്ല. തേനീച്ചകൾ ശരിക്കും ഉണ്ടാക്കുന്നത് വൃത്താകൃതിയിലുള്ള അറകളാണ്. പിന്നെങ്ങനെ ഇത് ഹെക്സഗൺ ആകുന്നോ എന്നല്ലേ? ആ അറകളിലെ മെഴുക് ചൂടായിരിക്കുമ്പോൾ അതിലെ പ്രഷറും ഗ്രാവിറ്റിയും എല്ലാം കൂടിച്ചേർന്ന് സ്വാഭാവികമായി അതിനെ ഏറ്റവും എഫിഷ്യന്റായ ആ ഷഡ്ഭുജാകൃതിയിലേക്ക് മാറ്റുന്നതാണ്. ഇത് പ്യോർ ഫിസിക്സാണ്. ഇനി അവരുടെ ഭാഷ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അതാണ് വാഗിൾ ഡാൻസ്. സംഭവം ഇത്രയുള്ളൂ. പുറത്തുപോയി ഭക്ഷണം കണ്ടെത്തി തിരിച്ചുവരുന്ന ഒരു തേനീച്ച ആ ഭക്ഷണത്തിന്റെ കൃത്യമായ ലൊക്കേഷൻ കൂട്ടത്തിലുള്ള മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഡാൻസാണ് ഇത്.
അപ്പൊ ഈ ഡാൻസ് കണ്ട് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്? വളരെ സിസ്റ്റമാറ്റിക് ആണ്. ആ തേനീച്ച സൂര്യനെ അടിസ്ഥാനമാക്കി ഏത് ആംഗിളിലാണോ ഡാൻസ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലായിരിക്കും ഭക്ഷണം. ഇനി ദൂരം എങ്ങനെയായിരിക്കും? ആ ഡാൻസ് എത്ര നേരം നീണ്ടു നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് ഏകദേശം 1 സെക്കൻഡ് നീളുന്ന ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം 1 കിലോമീറ്റർ ദൂരെയാണെന്നാണ് അർത്ഥം. ഇതുവരെ നമ്മൾ തേനീച്ചകളുടെ ലോകത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ഈ പുരാതന നാഗരികതയ്ക്ക് നമ്മളുമായി, നമ്മുടെയൊക്കെ ജീവിതവുമായി എന്ത് ബന്ധമെന്ന് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം അവരുമായുള്ള നമ്മുടെ ബന്ധം അത്രയേറെ ആഴത്തിലുള്ളതാണ്, പക്ഷേ അതേസമയം വളരെ ദുർബലവുമാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു കണക്കുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഓരോ 3ാമത്തെ ഉരുളയും സാധ്യമാകുന്നത് തേനീച്ചകളെപ്പോലുള്ള ജീവികൾ പരാഗണം നടത്തുന്നതുകൊണ്ടാണ്. ഒന്നാലോചിച്ചു നോക്കൂ, നമ്മുടെ ഭക്ഷണത്തിന്റെ 1/3 അവരുടെ കയ്യിലാണ്. അപ്പത്തന്നെ മനസ്സിലാക്കാമല്ലോ നമ്മുടെ നിലനിൽപ്പിൽ അവർക്കുള്ള പങ്കെത്ര വലുതാണെന്ന്. ഇതൊരു ഞെട്ടിക്കുന്ന കണക്കാണ്. ലോകത്തിലെ പ്രധാനപ്പെട്ട വിളകളില്ലേ, അതിൽ 75% പരാഗണത്തിന് ആശ്രയിക്കുന്നത് തേനീച്ചകളെയാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ലോകത്തെ മുഴുവൻ തീറ്റിപ്പോറ്റുന്ന ഭക്ഷ്യശൃംഖലയുടെ 3/4 പങ്കും താങ്ങി നിർത്തുന്നത് ഈ കുഞ്ഞന്മാരാണ്. ഇനി പറയാൻ പോകുന്നത് കുറച്ച് ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരു നിമിഷം ചിന്തിക്കുക, തേനീച്ചകൾ ഈ ലോകത്ത് നിന്ന് പെട്ടെന്നങ്ങ് ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? ചില ശാസ്ത്രജ്ഞർ പറയുന്നത് മനുഷ്യരാശിക്ക് പിന്നെ ഒരു 4 വർഷത്തിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാണ്. അത്രയുള്ളൂ. കാരണം നമുക്ക് കഴിക്കാൻ ഭക്ഷണവും ഇല്ലാതാവും. അപ്പോ ഇത്രയൊക്കെ പ്രതിസന്ധികളെയും അതിജീവിച്ച് കോടിക്കണക്കിനു വർഷങ്ങൾ അവർ എങ്ങനെ നിലനിന്നു? അതിന്റെ രഹസ്യം അവരുടെ കൂട്ടായ ബുദ്ധിയാണ്. നമുക്കതിനെ ഹൈവ് മൈൻഡ് എന്ന് വിളിക്കാം. അതെന്താണെന്ന് നോക്കാം. ഈ ഹൈവ് മൈൻഡ് ശരിക്കും പ്രവർത്തിക്കുന്നത് കാണാൻ രസാണ്. ഉദാഹരണത്തിന്, അവർക്ക് പുതിയൊരു കൂട് വേണമെന്ന് വെക്കുക. കുറച്ച് സ്കൗട്ട് തേനീച്ചകൾ പോയി പല സ്ഥലങ്ങൾ കണ്ടുവെക്കും. എന്നിട്ട് തിരിച്ചുവന്ന് വാഗിൾ ഡാൻസിലൂടെ ഓരോ സ്ഥലത്തിന്റെയും ഗുണഗുണങ്ങൾ പറഞ്ഞ് ഒരു ചർച്ചയങ്ങ് നടത്തും. എന്നിട്ട് ഭൂരിപക്ഷാഭിപ്രായ പ്രകാരം ഒരു സ്ഥലം തെരഞ്ഞെടുക്കും. അതുപോലെ കൊടും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ അവരെല്ലാവരും കൂടി ഒരു പന്തുപോലെ ഒട്ടിച്ചേർന്ന് നിന്ന് ശരീരം വിരപ്പിച്ച് ചൂടുണ്ടാക്കും. ഇതൊക്കെ ഒരാളുടെ ബുദ്ധിയല്ല, ആ കൂട്ടത്തിന്റെ മൊത്തം ബുദ്ധിയാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: തേനീച്ചകൾ വെറുമൊരു പ്രാണിയല്ല, ഒരിക്കലുമല്ല. അവർ നമ്മുടെയെല്ലാം നിലനിൽപ്പിന്റെ കാവൽക്കാരാണ്. 10 കോടി വർഷമായി ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഈ നാഗരികതയിൽ നിന്ന് വെറും 1,00,000 വർഷം മാത്രം പഴക്കമുള്ള നമ്മൾക്ക് എന്തെല്ലാം പഠിക്കാനുണ്ടാവും അല്ലേ? സഹകരണത്തെക്കുറിച്ച്, അതിജീവനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.